ഒരു ചോദിക്കുന്നത്, ശരിക്കും പറഞ്ഞ പണ്ട് നമുക്ക് വർക്ക് വിസാസ് ഒക്കെ തുടങ്ങിയിരുന്നത് ആദ്യമേ ദുബായ് അങ്ങനത്തുള്ള റേഞ്ചിലായിരുന്നു എല്ലാവരും വർക്ക് വിസയ്ക്ക് എല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പിന്നെ 2-3 കൺട്രീസ് ഇപ്പൊ അതേപോലെ UK, കാനഡ, പിന്നെ നമുക്ക് USA ഇവിടേക്കൊക്കെ പോണെങ്കിൽ തന്നെ നല്ല ക്വാളിഫിക്കേഷൻസ് ഉള്ളവരാണ് ആദ്യമേ പൊക്കോണ്ടിരുന്നത്. ഇപ്പൊ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അതേപോലത്തെ ബിസിനസ്മാൻസ് ഇവരൊക്കെയാണ് കൂടുതലും ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ചെറിയ ജോലികൾക്കോ ഡ്രൈവറോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊന്നും ആരും പൊക്കോണ്ടിരുന്നില്ല. പണ്ട് ഇവരെ അവര് സെലക്റ്റീവ് ആയിട്ട് അവർ അങ്ങനെ പൊക്കോണ്ടിരുന്നു. പിന്നെ അധികം ആൾക്കാർക്കും അറിയില്ല എങ്ങനെയാണ് പോകേണ്ടത്, ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടെന്നോ അറിയില്ല. ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് വിസ കിട്ടാൻ നല്ല പാടുള്ള ഒരു ടൈമാണ് ഇപ്പോ. അപ്പൊ മിക്കവരും വർക്ക് വിസ നോക്കുന്നവരും സ്റ്റഡി വിസ ചൂസ് ചെയ്തിട്ടാണ് മിക്കവരും പോകുന്നത് തന്നെ. അപ്പോ നമുക്ക് ഇന്ത്യയിൽ നിന്ന് കൂടുതലും വർക്ക് വിസയ്ക്ക് ഇപ്പോ എന്തുകൊണ്ടാണ് ഒരു ടഫ്നെസ്സും അതേപോലെ എന്തുകൊണ്ടാണ് കൂടുതലും സ്റ്റഡി വിസ എടുത്ത് ചിലവര് ഇപ്പൊ കുറെ നാൾ സ്റ്റഡി വിസ എടുത്ത് പോയിട്ട് ഇപ്പൊ സ്റ്റഡി മാത്രമായിട്ടാണ് പോകുന്നെങ്കിൽ മാത്രം അത് കംപ്ലീറ്റ് ചെയ്താലേ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ പണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റഡി വിസ ഒക്കെ എടുത്ത് പോയിട്ട് വേറെ പല ജോലികളിലേക്ക് ഇവർ പോകുന്നുണ്ടായിരുന്നു. അപ്പോ എന്താണ് ഇതിനിപ്പോ ഒരു കറക്റ്റ് സൊല്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? കറക്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി റിസ്ക് ഇല്ലാത്ത സേഫ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സ്റ്റഡി എടുത്ത് ജോലിക്ക് കയറാം. അതായത് നമ്മൾ ഇപ്പൊ ഞാൻ പോകുന്നത് ജർമ്മനിക്കാണ്. ജർമ്മനിയിലെ വേ ഓഫ് പ്രൊഫഷണൽ ഹാൻഡ്ലിംഗ് അല്ല ഇന്ത്യയിലുള്ളത്. ജർമ്മൻ ഹോസ്പിറ്റൽ, ഒരു വളരെ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ജർമ്മൻ ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ല നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലുകളിൽ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടുന്ന് പഠിച്ചിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഞാൻ ഇതിന് ക്വാളിഫൈഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഇവിടെ ലോജിസ്റ്റിക്സ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയോ പാറ്റേണോ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോട്ടോകോളോ അല്ല പുറത്തെ കൺട്രികളിൽ. അപ്പൊ ഞാൻ ഇതൊന്നും അറിയാതെ ചെന്ന് വിടുമ്പോൾ എനിക്ക് ബേസ് ലെവൽ ജോലിയെ കിട്ടുള്ളൂ. ബേസ് ലെവൽ ജോലി എന്ന് പറഞ്ഞാൽ ലോഡിങ് തന്നെയാണ് ലോഡിങ്. അല്ലെങ്കിൽ നമ്മൾ അവിടെ പഠിച്ച് അവിടുത്തെ ലോജിസ്റ്റിക്സ് ബേസ്ഡ് ആ ഒരു എഡ്യൂക്കേഷൻ. ഇപ്പൊ ഓരോ കൺട്രിയിലും ഓരോ തരത്തിലാണ് ബിസിനസ്. ഇപ്പോ വളരെ സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ കാസർഗോഡ് കച്ചവടം ചെയ്യുന്ന പോലെയല്ല തിരുവനന്തപുരത്ത് കച്ചവടം. കാസർഗോഡ് ഉള്ള പോലത്തെ ഒരു സ്ട്രക്ചർ അല്ല തിരുവനന്തപുരത്തിന്റെ. ഇത് രണ്ടും അല്ല എറണാകുളത്തിന്റെ. എൻറ്റയർലി ഈ സ്ഥലങ്ങളിലൊക്കെ ട്രെൻഡ് മാറ്റമുണ്ട്. അപ്പൊ ഈ കറക്റ്റ് ട്രെൻഡ് അറിയാത്ത ഒരാൾക്ക് ഒരു ഡിസ്ട്രിക്ട് മാറുമ്പോൾ തന്നെ ട്രെൻഡ് മാറി, കാലാവസ്ഥയിൽ മാറ്റം വന്നു. ഇപ്പൊ ഇത്രയും ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് ബിസിനസ് മാനേജ്മെന്റ് പഠിക്കുന്നത് നമുക്കൊരു ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ട്രെയിനിങ് ഇല്ല, എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ട്രെയിനിങ് ഇല്ല. നമ്മൾ അവിടേക്ക് ജോലിക്ക് ശ്രമിക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ലാക്ക് ഓഫ് നോളജ് വരും. ഇപ്പൊ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് MNC കിട്ടിയാൽ നമ്മുടെ ആ ഒരു ലാക്ക് ഓഫ് നോളജ് തീർന്നു. MNC നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ജോലിയും കിട്ടും, സേഫ് ആണ്. ഇതില്ലാതെ നമ്മൾ ഇവിടുന്ന് ഒരു ജസ്റ്റ് ഒരു ക്വാളിഫിക്കേഷൻ മാത്രം വെച്ച് എനിക്ക് നല്ല ജോലി കിട്ടണം എന്ന് പറഞ്ഞ് ഡിവൈസ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവസാനം ചെന്ന് ഏതെങ്കിലും ചതിക്കുള്ളിൽ പെടത്തുള്ളൂ. ഇനി ജോലി ആർക്കൊക്കെ കിട്ടും ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം പറഞ്ഞ ഹെൽത്ത് ആൻഡ് കെയർ, അത് ഒബ്വിയസ്ലി ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിലുള്ളതാണ്. ഇനി നല്ല സ്കില്ലുള്ള കമ്മ്യൂണിക്കേഷനും അതേപോലെ പ്രൊഫഷണലിസം അറിയുന്ന ഒരാൾക്ക് ഹോസ്പിറ്റാലിറ്റി, ടൂറിസം, ലോജിസ്റ്റിക്സ്, ഇത് മൂന്നും എന്തായാലും സ്കോപ്പ് ഉള്ളതാണ്. പക്ഷെ ജോബായിട്ട് കിട്ടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലിമിറ്റേഷൻ ഉണ്ട്. ഈ ലോജിസ്റ്റിക്സിൽ പിന്നെയും ഈ സ്കിൽഡ് ജോബ്, അതായത് ഈ ക്രെയിൻ ഓപ്പറേറ്റർ, ഫോക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ അങ്ങനെയുള്ളവർക്കൊക്കെ പിന്നെയും ജോലിക്ക് സാധ്യതയുണ്ട്. അത് ജെന്യൂൻ ആയിട്ടുള്ളത് കണ്ടുപിടിക്കാനാണ് അതിൽ ബുദ്ധിമുട്ട്. കിട്ടുവാണെങ്കിൽ ജെന്യൂൻ ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ള, അതായത് ഒരു വൈറ്റ് കോളർ ജോബ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ പോയി പഠിക്കണം. നമുക്ക് ബേസ് ലെവൽ ജോബുകൾ, സ്കിൽഡ് ജോബ്, ഇപ്പോൾ ഫിനിഷിംഗ് കാർപ്പൻറ്റർ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പൊ ഹീറ്റ് ആൻഡ് വെന്റിലേഷന് അതേപോലെയുള്ള സെക്ഷനിലുള്ള വർക്ക് വിസകൾ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ പോകുന്നതിനേക്കാളും മുന്നേ ഒന്ന് അതിനെ കുറിച്ച് വ്യക്തമായ നോളജ് വേണം, എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ വേണം, എക്സ്പീരിയൻസ് വേണം, ജെന്യൂൻ ആയിരിക്കണം. ഇതുണ്ടെങ്കിൽ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരുന്നത് ജെന്യൂൻ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് അഷ്യൂർ ചെയ്ത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് എല്ലാവരും സ്റ്റഡിയിലേക്ക് പോകണം. സ്റ്റഡിയിലേക്ക് പോയി കഴിഞ്ഞപ്പോ ലോജിസ്റ്റിക്സിൽ ഒരു സ്റ്റഡിയിലേക്ക് പോയി അതിലേക്ക് കയറാം. ഓൾമോസ്റ്റ് എല്ലാ കൺട്രികളിലും എല്ലാ കോഴ്സസും ഉണ്ട്. ഇതിനെ പഠിച്ചിട്ടാ പോണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സേഫ് ആണ്. കാരണം നമ്മൾ ആദ്യം സ്റ്റുഡന്റ് വിസയിൽ പോയി പിന്നെ വർക്ക് വിസയ്ക്ക് മാറാം. മറ്റേത് ആദ്യം തന്നെ വർക്ക് വിസയ്ക്ക് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാറ്റഗറീസിലേക്കുള്ളവർക്ക് മാത്രമാണ് സ്കോപ്പ് ഉള്ളൂ. അത് ഹെൽത്ത് ആൻഡ് കെയർ ആണെങ്കിൽ ഫ്രീ റിക്രൂട്ട്മെന്റ് ഉണ്ട്, ബാക്കിയുള്ളവർക്കൊന്നും ഫ്രീ റിക്രൂട്ട്മെന്റ് അവൈലബിൾ അല്ല. സ്കിൽഡ് ഇപ്പൊ ഹോസ്പിറ്റാലിറ്റി, ടൂറിസം, ലോജിസ്റ്റിക്സ് സ്കോപ്പ് ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് പഠിച്ചിട്ട് കയറുവാണെന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ ജോബ് വിസ കിട്ടാൻ സാധ്യതയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ആൻഡ് കെയർ കഴിഞ്ഞ ഹെവി ഡ്രൈവർ, ഹെവി വെഹിക്കിൾ ഡ്രൈവർ,
കാർപ്പൻറ്റർ, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, ഇങ്ങനത്തെ കുറച്ച് ഹൈലി സ്കിൽഡ് ജോബ്സ്. അത് പക്ഷെ എങ്ങനെയാ വിസ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1 year വിസ, 1.5 year വിസ, 2 year വിസ, അത് ഡ്യൂറേഷൻ വിസ ആയിരിക്കും. അവിടെ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടായിരിക്കില്ല. കാരണം അത് പോകുന്നത് ഒരു പർട്ടിക്കുലർ പോസ്റ്റിലേക്കുള്ള വിസയാണ്. ഇപ്പൊ UK താമസിക്കുന്നവർക്ക് അറിയാം, അവിടെ വർക്കിന് വരുന്നത് മലയാളികളും ഹിന്ദിക്കാരും പാകിസ്ഥാനീസും അതേപോലെ ബാക്കി സൗത്ത് ആഫ്രിക്കൻസും ഒക്കെയാണ്. പക്ഷെ ഇവരൊക്കെ ചെറിയ ജോബില, ഇവരൊന്നും 3800 സാലറി കോൺട്രാക്റ്റിൽ വന്നുള്ളവരല്ല. അത് ടെമ്പററി വർക്ക് വിസയാണ്, ഷോർട്ട് ഡ്യൂറേഷൻ വർക്ക് വിസകൾ. അതെല്ലാം കൺട്രിക്കും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ചില രാജ്യങ്ങളിലെ ഈ ഫാമിങ്ങിന് വേണ്ടിയിട്ട് അഗ്രികൾച്ചറൽ ഫീൽഡിലേക്ക് 1 വർഷം 7 മാസം സംതിങ് അങ്ങനെ വിസ 2 കൊല്ലം മുന്നേ ഉണ്ടായിരുന്നു. ഫാമിംഗ് അറിയുന്നവർക്ക് പോവാം. പക്ഷെ അത് കഴിഞ്ഞ കോൺട്രാക്ട് കഴിഞ്ഞ് തിരിച്ചു പോരേണ്ടി വരും. തുടർന്ന് അവിടെ എംപ്ലോയർ കിട്ടിയ നിൽക്കാം, പക്ഷെ സാധ്യതകൾ കുറവാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറെ ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനത്തെ ഈ 2 വർഷത്തെ വിസയ്ക്ക് പോയി നമുക്കത് എക്സ്റ്റൻഷൻ കിട്ടുകയും പറയാം. ബെറ്റർ നമ്മൾ ഇവിടുന്ന് അതൊരു പർട്ടിക്കുലർ കോഴ്സ് എടുത്ത് ഓവർകം ചെയ്യുക. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും സ്കോപ്പ് ഓഫ് ഒന്നല്ലെങ്കിൽ ഹെൽത്ത് കെയർ വിദേശ രാജ്യത്ത് പോയി പഠിക്കുക. ഇപ്പൊ BSc നഴ്സിംഗ് വളരെ ചെലവ് കുറഞ്ഞ് പുറത്ത് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നേരെ അവിടെ രജിസ്റ്റേർഡ് നേഴ്സാണ്. വേറെ തലവേദനകളില്ല, IELTS TET ഒന്നും വേണ്ട. +2 കഴിഞ്ഞാൽ നേരെ കയറുക, അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് എടുക്കുക, ജർമ്മനി PT എടുക്കുക, കഴിഞ്ഞു 6 പല കൺട്രികളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവർക്ക് ഡിഗ്രിയുടെ ഒരു കോൺഫ്ലിക്ട് വരും. പക്ഷെ ഇന്ത്യയിൽ EU കുറെ കൺട്രികളിലൊന്നും പ്രശ്നമില്ല. നേഴ്സായി +2 കഴിഞ്ഞ് 3 കൊല്ലം കൊണ്ട് നേഴ്സായി വർക്കിന്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഇവിടെ പോസ്റ്റ് BSc എടുക്കുന്ന പോലെ എടുക്കാം, ഡ്യുവൽ ഡിഗ്രി കമ്പൈൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടും. അത് ചെയ്ത് കഴിഞ്ഞാൽ സേഫായി. ഇതൊരു ഓപ്ഷൻ. അല്ലെങ്കിൽ പിന്നെ ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ്. ഷെങ്കൻ കൺട്രികളിലെ എല്ലാ കൺട്രിയും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ലോകത്തെ ഏറ്റവും കൂടുതൽ ഇപ്പോ വർദ്ധിച്ചു വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി. എല്ലാ കൺട്രിയും മാക്സിമം ഡിഗ് ഔട്ട് ചെയ്ത് എടുക്കാൻ നോക്കുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഡെവലപ്മെന്റ് അത്രയും വന്നു. ഇപ്പൊ കേരള ആണെങ്കിലും നല്ലപോലെ ചെയ്യുന്നുണ്ട്.